അഞ്ചാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഇപ്രാവശ്യം നടന്നിട്ടുള്ള ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നോക്കാം അല്ലേ. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം അല്ലേ. ഏതൊക്കെ നമ്പേഴ്സ് തന്നിട്ടുള്ളത്? 38, 46, 62, 35, 36, അതുപോലെ 106 ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഇനി ക്വസ്റ്റ്യൻസ് എന്താണ്? വിച്ച് ഓഫ് ദീസ് നമ്പേഴ്സ് ലീവ്സ് എ റിമൈൻഡർ when divided by 2. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് കണ്ടല്ലോ, ഈ നമ്പേഴ്സിൽ നിന്ന് 2 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം വരുന്ന സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കാനാണ്. എന്ന് വെച്ചാൽ 2 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2ൻ്റെ ആയതുകൊണ്ട് ഈസിയാണ് അല്ലേ. നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. 2 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഓരോ നമ്പേഴ്സും, ഇവിടെ തന്നിരിക്കുന്ന ഓരോ നമ്പേഴ്സിൻ്റെയും ലാസ്റ്റ് വരുന്ന നമ്പർ ഉണ്ടല്ലോ, ലാസ്റ്റ് അക്കം, അതിനെ നമുക്ക് 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി അല്ലേ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ അതിനാണ് റിമൈൻഡർ വരിക അല്ലേ, അതിനാണ് മിച്ചം വരിക. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് 38 ആണ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് വരുന്നത് 8 ആണ്. അപ്പോൾ 8ൽ എന്താ, 8നെ നമുക്ക് 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റൂ അല്ലേ. അപ്പോൾ അതല്ല. നെക്സ്റ്റ് 46 ആണ്, അതിൽ 6 ആണ് വരുന്നത്. 6നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂ അല്ലേ. അടുത്തത് 62 ആണ്. അപ്പോൾ 2 ആണ് വരുന്നത്. 2നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. നെക്സ്റ്റ് വരുന്നത് 35 ആണ് അല്ലേ. 5നെ നമുക്ക് 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഇവിടെ ലാസ്റ്റ് വരുന്ന നമ്പർ 5 ആണ്. 5നെ ഒരിക്കലും നമുക്ക് 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റൂല അല്ലേ. കാരണം 5 എന്ന് പറയുന്നത് 2ൻ്റെ ഒരു ഗുണിതമായിട്ട് വരുന്നില്ല. നെക്സ്റ്റ് വരുന്നത് 36 ആണ്. അതിലും 6 ആണ് വരുന്നത് അല്ലേ. ലാസ്റ്റ് 6നെ നമുക്ക് 2ൽ കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാം. അടുത്ത നമ്പറിലും ലാസ്റ്റ് വരുന്നത് 6 ആണ്. അതും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റും. സോ ഏതാണ് ആൻസർ വരുന്നത്? യെസ്, 35 ആണ് അല്ലേ. ഇവിടെ 5 വരുന്നുണ്ട്. സോ അതുകൊണ്ട് അവിടെ റിമൈൻഡർ ഉറപ്പായിട്ടും വരും. ഓക്കെ, മനസ്സിലായല്ലോ. ബി ക്വസ്റ്റ്യൻ, ദി സം ഓഫ് 2 ഓഫ് ദി എബോവ് നമ്പേഴ്സ് ഡസ് നോട്ട് ലീവ് റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 5. വിച്ച് ആർ ദോസ് നമ്പേഴ്സ്? മുകളിലെ സംഖ്യകളിൽ 2 തുകയെ 5 കൊണ്ട് ഹരിച്ചാൽ മിച്ചമുണ്ടാകില്ല. ആ സംഖ്യകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്ന് വെച്ചാൽ എന്താ, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നിന്ന് 2 നമ്പർ എടുക്കുക. ആ 2 നമ്പറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത കിട്ടുന്ന ആ ഒരു തുകയെ 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്കവിടെ ശിഷ്ടം വരാതെ ഹരിക്കാൻ പറ്റുന്ന പറയുന്നത്. ആ സംഖ്യ ഏതാന്ന്, ആ സംഖ്യകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ 38ഉം 62ഉമാണ് ആൻസറായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ എന്താ, 38 38നെയും 62നെയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 2ഉം കൂടി കൂട്ടിയാൽ 100 ആണ്, 100 ആണ് ആൻസർ കിട്ടുക. ആ 100നെ നമുക്ക് എന്താ 5ൽ കറക്റ്റായിട്ട് ഹരിക്കാനായിട്ട് പറ്റൂലേ. അപ്പോൾ അങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ എബോവ് നമ്പേഴ്സ് ലീവ്സ് എ റിമൈൻഡർ ഓഫ് 2 വെൻ ഡിവൈഡഡ് ബൈ 5 or 10. മുകളിൽ തന്നിരിക്കുന്ന സംഖ്യകളിൽ 5 കൊണ്ട് ഹരിച്ചാലും 10 കൊണ്ട് ഹരിച്ചാലും 2 റിമൈൻഡറായിട്ട്, 2 മിച്ചമായിട്ട് വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാ വരുന്നത്? യെസ്, ഇവിടെ 62 ആണ് നമുക്ക് ആൻസർ കിട്ടുക. 62 അല്ലേ. 62നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിലും 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിലും അവിടെ 2 ആണ് നമുക്ക് റിമൈൻഡറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ആൻസർ കിട്ടുന്നത്? നിങ്ങൾക്കറിയാലോ, നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതുപോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലൊക്കെ എങ്ങനെയാണ് നമുക്ക് അതിൽ വരുന്ന മിച്ചം കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ അതുപോലെ വേണം ഇവിടെ കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന എന്താ മിച്ചം അല്ലെങ്കിൽ റിമൈൻഡർ ഏതായിരിക്കും? ആ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ 2 റിമൈൻഡർ വരുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഇതിൽ ഓരോ സംഖ്യയെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് വരുന്നത് 38, അതിൻ്റെ ലാസ്റ്റ് നമ്പർ എത്ര? 8. നെക്സ്റ്റ് വരുന്നത് 46 ആണ്, അതിൽ ലാസ്റ്റ് നമ്പർ 6 ആണ്. നെക്സ്റ്റ് 62, അതിൽ വരുന്നത് 2 ആണ്. അടുത്തത് 35 ആണ്, അതിലെത്രയാ? 5 ആണ് അല്ലേ. എന്താ റിമൈൻഡർ വരാം? 36, അതിലെത്രയാ? 6 വരും. ലാസ്റ്റ് നമ്പറിലും എത്രയാണ് വരുന്നത്? 6 ആണ് റിമൈൻഡർ വരിക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് തന്നെ 2 റിമൈൻഡർ വരുന്നത് ഏതാണെന്ന് കിട്ടിയില്ലേ. ഏതാണ്? 62 ആണ് വരുന്നത്. ഓക്കെ, അതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം അല്ലേ.
തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ 5നേക്കാളും ചെറുതാണെങ്കിൽ അത് തന്നെയായിരിക്കും അതിൽ വരുന്ന റിമൈൻഡർ അല്ലെങ്കിൽ മിച്ചം എന്ന് പറയുന്നത്. സോ ഇവിടെ എത്രയാണ്? 2 ലാസ്റ്റ് വരുന്നത്. അത് 5നേക്കാളും ചെറുതാണ്. സോ എന്താണ്? 2 തന്നെയാണ് അവിടെ റിമൈൻഡർ. അപ്പോൾ ഇവിടെ എത്ര ആൻസർ? 62 ആണ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഹരിക്കുമ്പോൾ മിച്ചം വരുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇനി ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ദെൻ ഡി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി എബോവ് നമ്പർ ഡസ് നോട്ട് ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 4? ഈ മുകളിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നിന്ന് 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ വരാത്ത സംഖ്യ, മിച്ചം വരാത്ത സംഖ്യ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 4 കൊണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 4ൻ്റെ ഗുണിതമായിട്ട് വരുന്ന നമ്പർ ഉണ്ടോ നോക്കിയാൽ മതി അല്ലേ. ഈസിയാണ്. അപ്പോൾ ഏതാ വരുന്നത്? യെസ്, 36 ആണ് വരുന്നത് അല്ലേ. അതിനെ നമുക്ക് 4 കൊണ്ട് കറക്റ്റായിട്ട് ഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 4? ഈ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് 48 ഹരിക്കണം 4ന് തുല്യമായത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ താഴെ തന്നിരിക്കുന്നതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന 48 ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ 48 ഹരിക്കണം 4 എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. എത്രയാണ്? 48 ഹരിക്കണം 4 ചെയ്യുമ്പോൾ നമുക്ക് 12 ആണ് ആൻസർ കിട്ടുക അല്ലേ. ഇനി താഴെ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻസിനെയും നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ അതിലേതിനാണ് 12 ആൻസർ കിട്ടുന്നത് അത് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഫസ്റ്റ് വരുന്നത് 4 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഓരോന്നും നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. എത്രയാണ് വരുന്നത്? 4 ഹരിക്കണം 4 ചെയ്യുക, ദെൻ 8 ഹരിക്കണം 4 ചെയ്യുക, ദെൻ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 4 ഹരിക്കണം 4 1 വരിക, ദെൻ 8 ഹരിക്കണം 4 എത്രയാണ്? 2 വരിക അല്ലേ. 1ഉം 4ഉം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 3 കിട്ടുക. അപ്പോൾ നമുക്ക് 3 കിട്ടേണ്ടത്? അല്ല അല്ലേ, 12 കിട്ടേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ അല്ല, അത് തെറ്റാണ്. ദെൻ ബി വരുന്നത് എന്താണ്? 40 ഹരിക്കണം 4. അപ്പോൾ എത്രയാണ്? 10 കിട്ടും. ദെൻ 4 ഹരിക്കണം 4 എത്ര കിട്ടും? 1 കിട്ടും അല്ലേ. 10 + 1 11 വരിക. അപ്പോൾ അതും അല്ല. ദെൻ സി വരുന്നത് 24 ഹരിക്കണം 8. അപ്പോൾ എത്രയാണ് വരിക? 3 വരിക. ദെൻ അടുത്തത് 24 ഹരിക്കണം 8 അല്ലേ, 3. അപ്പോൾ 3 + 3 6 വരിക. അപ്പോൾ അതും അല്ല. നെക്സ്റ്റ് വരുന്നത് 40 ഹരിക്കണം 4. അപ്പോൾ എത്രയാണ്? 10 വരും. ദെൻ 8 ഹരിക്കണം 4 2 വരും. 10 + 2 എത്രയാണ് കിട്ടുക? യെസ്, 12 കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾ ഓരോന്നും ക്രിയേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കട്ടോ. ഇനി ആക്ടിവിറ്റി 2 ആണ്. ദിസ് ഈസ് എ ഗ്രാഫ് ഷോയിങ് ദ ഗെയിംസ് ദാറ്റ് ചിൽഡ്രൻ ഇൻ എ സ്കൂൾ ലൈക്ക് ടു പ്ലേ. ഇവിടെ താഴെ തന്നിരിക്കുന്ന ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളികളെ കാണിക്കുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. എന്തെല്ലാം കളികളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് നോക്കാം അല്ലേ. ക്രിക്കറ്റ്, ചെസ്സ്, ബാഡ്മിൻ്റൺ, ഫുട്ബോൾ അല്ലേ. ദെൻ സൈഡിൽ കുട്ടികളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രാഫ് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കാം. ദെൻ എന്താണ്? താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഗെയിം ഈസ് ലൈക്ഡ് ബൈ മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ? എന്താ ഇതിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? ക്രിക്കറ്റ് ആണ് വരുന്നത് അല്ലേ. ക്രിക്കറ്റിൽ ഗേൾസ് 200ഉം ബോയ്സ് എത്രയാണ്? 300 വരുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ 500 കുട്ടികളാണ് അല്ലേ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ലീസ്റ്റ് ഫേവറേറ്റ് ഗെയിം ഫോർ ചിൽഡ്രൻ? ഇനി ഏറ്റവും കുറവ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാ വരുന്നത്? യെസ്, ചെസ് ആണ് അല്ലേ. ചെസ്സിൽ എത്രയാണ് വരുന്നത്? 300ഉം അതുപോലെ 50 അല്ലേ. 350 കുട്ടികളാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ലീസ്റ്റ് ഫേവറേറ്റ് ഗെയിം ആയിട്ട് വരുന്നത്. ദെൻ സി ക്വസ്റ്റ്യൻ ഹൗ മെനി ചിൽഡ്രൻ ലൈക്ക് ഫുട്ബോൾ ദാൻ ചെസ്? ചെസ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ് ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഫുട്ബോൾ കളിയുടെയും ചെസ് കളിയുടെയും ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ എത്രയാ? ചെസ് വരുന്നത് 350 ആണ്. ദെൻ അതുപോലെ തന്നെ ഫുട്ബോൾ വരുന്നത് എത്രയാ? 350 + 100 അല്ലേ. ടോട്ടൽ 450 വരുന്നത്. അപ്പോൾ 450 350 കുറച്ചാൽ നമുക്ക് എത്ര കുട്ടികളാണ് കൂടുതലെന്ന് കിട്ടൂലേ. അപ്പോൾ എത്രയാണ് വരുന്നത്? 100 കുട്ടികളാണ് വരുന്നത്.
ഇനി ഡി ക്വസ്റ്റ്യൻ, ഇഫ് യു റൈറ്റ് ദ ഗെയിംസ് ദാറ്റ് ബോയ്സ് ലൈക്ക് ഇൻ അസെൻഡിങ് ഓർഡർ, വിച്ച് ഗെയിം കംസ് നെക്സ്റ്റ് ടു ബാഡ്മിൻ്റൺ? എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ ആൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളികളുണ്ടല്ലോ, അതിൽ കുറഞ്ഞതിൽ നിന്ന് കൂടുതലിലേക്ക് നിങ്ങൾ ക്രമമായിട്ട് അസെൻഡിങ് ഓർഡറിൽ ക്രമമായിട്ട് ഏറ്റവും കുറവ് ആൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏതാണെന്ന് ആദ്യം എഴുതുക. അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളി ഏതാണെന്ന് എഴുതുക. അങ്ങനെ മുകളിലേക്ക് എഴുതുകയാണെങ്കിൽ ബാഡ്മിൻ്റൺ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന കളി ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് എഴുതി നോക്കാം അല്ലേ, ഏതൊക്കെയാണ് വരുന്നത്? ഏറ്റവും കുറവ് ആൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ആദ്യം എഴുതുക അല്ലേ. അപ്പോൾ അതേതാ? ചെസ്സാണ് വരുന്നത്. ദെൻ സെക്കൻഡ് വരുന്നത് ബാഡ്മിൻ്റൺ ആണ്. അതെത്രയാണ്? അത് 150 ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ഏത് എഴുതാം? നെക്സ്റ്റ് വരുന്നത് ക്രിക്കറ്റ് ആണ് അല്ലേ. അത് 300 കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളിയാണ്. ദെൻ അടുത്തത് ഫുട്ബോളാണ് ലാസ്റ്റ് വരുന്നത്. അത് 350 ആണ് വരുന്നത് അല്ലേ. സോ ഈ ഓർഡറിൽ എഴുതുമ്പോൾ ഏതാണ് ബാഡ്മിൻ്റൺ കഴിഞ്ഞ് വരുന്നത്? യെസ്, ക്രിക്കറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതാണ് ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യൻ, റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ഗിവൺ ഗ്രാഫ്. ഇനി ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് വേറെ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചോദ്യം എഴുതാം. ഇവിടെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചല്ലോ, അതുപോലെ എന്തെങ്കിലും എഴുതാം. ജസ്റ്റ് എങ്ങനെ എഴുതാം? നമുക്ക് ഹൗ മെനി ചിൽഡ്രൻ ലൈക്ക് ബാഡ്മിൻ്റൺ എന്ന് എഴുതാം അല്ലേ. എത്ര കുട്ടികളാണ് ബാഡ്മിൻ്റൺ ഇഷ്ടപ്പെടുന്നത് എന്ന് എഴുതാം. ഇനി ആക്ടിവിറ്റി 3 ആണ്. ഹൗ മെനി പെൻസ് വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ് ഇഫ് 1768 pens are put in packets containing 10 pens each. എന്താ പറയുന്നത്? 1768 പെന്നുകൾ 10 എണ്ണം വീതമുള്ള കവറുകളിലാക്കിയാൽ എത്ര പേന മിച്ചം വരും എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? നമുക്കറിയാം അല്ലേ, 10 എണ്ണം വീതമുള്ള കവർ എന്ന് പറയുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാതെ തന്നെ മിച്ചം കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. സോ എങ്ങനെയാണ്? യെസ്, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാതെ മിച്ചം കണ്ടുപിടിക്കാൻ നമുക്ക് ആ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് വരുന്ന നമ്പർ എടുത്ത് എഴുതിയാൽ തന്നെ മതി അല്ലേ. അപ്പോൾ എത്രയാണ് വരുന്നത്? യെസ്, 8 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. 1768നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോഴും 8 തന്നെയാണ് നമുക്ക് കിട്ടുക. ദെൻ ബി ക്വസ്റ്റ്യൻ, 12 pencils each are filled in 36 packets. What is the total number of pencils? ഇവിടെ എന്താ? 12 പെൻസിൽ വീതം 36 കവറിലെ 36 കവറുകളിലാക്കിയിട്ടുണ്ട്. എന്നാൽ പെൻസിലുകളുടെ ആകെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? 12 പെൻസിലുകളുള്ള 36 കവറുകൾ. അപ്പോൾ ടോട്ടൽ എത്ര പെൻസിൽ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? യെസ്, 12 × 36. 12നെ 36 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുക നമ്മൾ കേട്ടോ. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? യെസ്, 432 പെൻസിലുകളാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ, write 2 numbers that leave a remainder of 2 when divided by 3. എന്താണ്? 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന ഏതെങ്കിലും 2 സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതൊക്കെ എഴുതാം? യെസ്, ജസ്റ്റ് നമുക്ക് 20 എഴുതാം, അതുപോലെ 32 എഴുതാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള സംഖ്യകൾ എഴുതാം കേട്ടോ. പക്ഷേ എന്താ, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇനി ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത്, കറക്റ്റ് ആയത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഓരോ ക്രിയകളും നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ കറക്റ്റായിട്ട് വരുന്നത് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതുക. അപ്പോൾ എന്താ ചെയ്യാനുള്ളത്? അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താ? 17 × 8 = 10 + 8 × 7 എന്ന് വെച്ചാൽ എന്താ? 17 × 8 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും 10 + 8 × 7 ചെയ്യുന്ന ആൻസറും എന്താ? ഈക്വൽ ആണ്. രണ്ടും ഒരേ സംഖ്യ വേണം നിങ്ങൾക്ക് ആൻസറായിട്ട് കിട്ടാൻ. അങ്ങനെ രണ്ടും ഒരേ സംഖ്യയായിട്ട് കിട്ടുന്നത് ഈ 4 എണ്ണത്തിൽ ഏതാ വരുന്നത് അത് വേണം ആൻസറായിട്ട് എടുത്ത് എഴുതാൻ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റത്തെ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. 17 × 8 എത്രയാണ് വരുന്നത്? യെസ്, നമുക്ക് 136 ആണ് കിട്ടുന്നത്. ദെൻ 10 + 8 എന്ന് പറയുമ്പോൾ എത്രയാ? അവിടെ 18 അവരല്ലേ. അപ്പോൾ 18 × 7 അപ്പോൾ എത്ര കിട്ടും? 126 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അത് ഈക്വൽ ആണോ? അല്ല അല്ലേ. ഒന്ന് 136ഉം ദെൻ അപ്പുറത്ത് വരുന്നത് 126ഉം ആണ്. അപ്പോൾ അത് തെറ്റാണ് അല്ലേ. അവിടെ എന്താ? 2 സൈഡിലും കിട്ടുന്ന ആൻസർ സെയിം ആവണം, എന്നാലാണ് അത് കറക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ ഇനി ബാക്കി 3 ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ദെൻ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 54 × 5 = 50 + 4 × 5 ആണ് വരുന്നത്. അപ്പോൾ ഈ 54 × 5നെ
ഇവിടെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക 54 × 5 എന്നത് ഒരു സൈഡിൽ അല്ലേ. ദെൻ ഈക്വൽ ടു അവിടെയും വരുന്നത് 50 + 4. അപ്പോൾ എത്രയാണ് 54 ആണ് × 5. അപ്പോൾ രണ്ട് സൈഡിലും 54 × 5 54 × 5 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ രണ്ടും ചെയ്താൽ സെയിം ആൻസറാണ് കിട്ടുക. അപ്പോൾ അതാണ് ഇവിടെ വരുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ആക്ടിവിറ്റി 4, റൈറ്റ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 3 between 1 and 20. എന്താ 1 മുതൽ 20 വരെയുള്ള 1 മുതൽ 20 വരെയുള്ള സംഖ്യകളിൽ 3ൻ്റെ ഗുണിതമായവ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾക്കറിയാലോ, 3ൻ്റെ ഒക്കെ ഗുണിത പട്ടിക നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. സോ ഏതൊക്കെ 20 വരെയുള്ള ഗുണിതങ്ങൾ എഴുതാം. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത് 3, 6, 9, 12, 15, 18. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 factors of 15. ഇനി എന്താ 15ൻ്റെ ഏതെങ്കിലും 2 ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 15ൻ്റെ ഘടകങ്ങൾ. അപ്പോൾ ഏതൊക്കെ എഴുതാം, 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 3ഉം 5ഉം എഴുതാം അല്ലേ. 3ഉം 5ഉം 15ൻ്റെ ഘടകങ്ങളാണ്. ഇനി സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് 15 and 13. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 15ൻ്റെയും 30ൻ്റെയും കോമൺ ഫാക്ടറായിട്ട് വരുന്നത് താഴെ കൊടുത്തതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 15ൻ്റെയും 30ൻ്റെയും പൊതു ഘടകം വരുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. രണ്ടിലും വരുന്ന പൊതുവായിട്ടുള്ള ഘടകം അല്ലേ. അപ്പോൾ നിങ്ങൾ 15ൻ്റെയും 30ൻ്റെയും ഘടകങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്, 15ൻ്റെതിൽ നമ്മളിപ്പോൾ മുകളിൽ എഴുതിയില്ലേ 1, 3, 5, 15 ഇതൊക്കെയാണ് വരുന്നത്. ദെൻ അതുപോലെ 30 എഴുതുമ്പോൾ ഏതൊക്കെയാണ് വരിക 1, 3, 10 ഒക്കെയാണ് വരുന്നത് അല്ലേ. സോ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടറാണ് നമ്മൾ കോമൺ ഫാക്ടർ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാ, യെസ് 3 ആണ് അല്ലേ, 3 ആണ് അപ്പോൾ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം തന്നിട്ടുണ്ട് അല്ലേ. അതിൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പെരിമീറ്റർ ഈക്വൽ ടു L + B × 2 ആണ് അല്ലേ. നീളം പ്ലസ് വീതി × 2 ആണ് നമ്മൾ എന്താ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക, നീളം എത്രയാണ് വരുന്നത് 4 ആണ് അല്ലേ. 4 + 12 × 2. അപ്പോൾ 4 + 12 എത്രയാ 16. 16 × 2 വരുമ്പോൾ എത്രയാ 32 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. ദെൻ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. അങ്ങനെയെങ്കിൽ ഈ ചതുരത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്കറിയാം അല്ലേ. നീളം × വീതി, L × B ആണ് പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ പെരിമീറ്ററും ഏരിയയും എന്ന് വെച്ചാൽ എന്താ ചുറ്റളവും പരപ്പളവും കാണാനുള്ള ഇക്വേഷൻസ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ആ രണ്ടും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഉറപ്പായിട്ടും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പരപ്പളവ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ നീളം × വീതി 12 × 4 എത്രയാണ് വരുന്നത് 48 സെൻറ്റിമീറ്റർ അല്ലേ. 48 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലെങ്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്റ്റാങ്കിൾ വിത്ത് എ പെരിമീറ്റർ ഓഫ് 36 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ 36 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളവും ഉയരവും താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ തന്നിരിക്കുന്ന അളവുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ചുറ്റളവ് കണ്ടുപിടിക്കുക. ചുറ്റളവ് കണ്ടുപിടിക്കാൻ അറിയാലോ നിങ്ങൾക്ക്, L + B × 2 ആണ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന 2 അളവുകളെ തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 36 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 10ഉം 8ഉം ആണ് വരുന്നത്. 10 + 8 × 2 ആണ് എത്രയാ 36 വരുന്നത്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 6 ആണ്. വിച്ച് ആർ ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 60 and 12. എന്താണ് 60ൻ്റെയും 12ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് ആയി വരുന്ന സംഖ്യകൾ ഏതൊക്കെയെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 60ൻ്റെയും 12ൻ്റെയും ഫാക്ടേഴ്സ് എഴുതുക അല്ലേ. 2ൻ്റെയും ഘടകങ്ങൾ എഴുതുക. ദെൻ അതിൽ നിന്ന് കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ എഴുതാം, അപ്പോൾ നമ്മൾ 60ൻ്റെയും 12ൻ്റെയും ഘടകങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ ഇതിൽ നിന്ന് നമുക്ക് പൊതുവായിട്ട് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഘടകങ്ങൾ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്, യെസ് 1 ഉണ്ട്, ദെൻ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട് അല്ലേ. ഇതൊക്കെയാണ് വരുന്നത്. കാൽക്കുലേറ്റ് 400 ഡിവൈഡഡ് ബൈ 18 റിമൂവിങ് ഇറ്റ്സ് കോമൺ ഫാക്ടേഴ്സ്. പൊതുഘടകങ്ങൾ ഒഴിവാക്കി
400 ഹരിക്കണം 80 എത്രയെന്ന് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ എങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ സാധാ രീതിയിൽ ഹരിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കരുത്. 400ൻ്റെയും 80ൻ്റെയും ഘടകങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൽ കോമൺ ഫാക്ടേഴ്സ് കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 400നെയും 80നെയും ഫാക്ടറൈസ് ചെയ്ത് നോക്കാം അല്ലേ, ഘടകങ്ങൾ കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാണ്? ഫസ്റ്റ് 400 അല്ലേ, 400ന് 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? യെസ്, 200 കിട്ടും അല്ലേ. ദെൻ 200നെ വീണ്ടും 2ൽ പോകുമല്ലോ അല്ലേ, അപ്പോൾ 2 തന്നെ കൊടുക്കാം. അപ്പോൾ എത്ര വരും? 100 വരും അല്ലേ. വീണ്ടും 2 കൊണ്ട് ചെയ്യാം, അപ്പോൾ എത്ര കിട്ടും? 50 കിട്ടും അല്ലേ. ദെൻ 50നെ നമുക്ക് എത്ര ആയിട്ട് ചെയ്യാം? യെസ്, 5 വെച്ചിട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 5 വെച്ച് ചെയ്യുമ്പോൾ എത്ര വരും? 10 വരും അല്ലേ. ദെൻ വീണ്ടും 10നെ നമുക്ക് 5 കൊണ്ട് ചെയ്യാം. ദെൻ 2 വരുന്നത്. ദെൻ അതിന് വീണ്ടും നമുക്ക് 2 കൊണ്ട് തന്നെ ചെയ്യാം അല്ലേ. അപ്പോൾ എത്രയാവും? 1 അല്ലേ. ഇതുപോലെ 1 വരുന്ന വരെ അല്ലേ നമ്മൾ ഫാക്ടറൈസ് ചെയ്യല്, നിങ്ങൾക്കറിയാമല്ലോ. ദെൻ ഇതുപോലെ തന്നെ നമ്മൾ 80നെയും ചെയ്യാം അല്ലേ. അപ്പോൾ 80നെ എത്ര വെച്ച് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 40 വരും. ദെൻ അതിനെ വീണ്ടും 2 വെച്ച് ചെയ്യാം. അപ്പോൾ എത്ര വരും? 20 വരും. ദെൻ 20നെ വീണ്ടും നമ്മൾ 2 വെച്ച് ചെയ്യുന്നു. അപ്പോൾ എത്രയാണ് വരിക? 10 കിട്ടും. ദെൻ 10നെ നമ്മൾ 5 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ എത്രയാണ് കിട്ടുക? അപ്പോൾ 2 കിട്ടും. ദെൻ ആ 2നെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 1 കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 400ൻ്റെ ഫാക്ടേഴ്സും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 80ൻ്റെ ഘടകങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യുക? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് കട്ട് ചെയ്ത് കളയുക അല്ലേ. അപ്പോൾ ഏതൊക്കെ കട്ട് ചെയ്യാം? ഫസ്റ്റ് 2 അല്ലേ, 2 രണ്ടിലും വരുന്നുണ്ട്, അപ്പോൾ 2നെയും കട്ട് ചെയ്യാം. ദെൻ വീണ്ടും 2 വരുന്നുണ്ട് അല്ലേ, അതിനെയും കട്ട് ചെയ്യാം. ദെൻ വീണ്ടും 2 വരുന്നുണ്ട്, അതിനെയും കട്ട് ചെയ്യാം. പിന്നെ അതുപോലെ 5 വരുന്നുണ്ട് 2ലും അല്ലേ, അപ്പോൾ ആ 5നെയും കട്ട് ചെയ്യാം. ദെൻ വീണ്ടും 2 വരുന്നുണ്ട്, അതിനെയും കട്ട് ചെയ്യാം. ദെൻ ലാസ്റ്റ് ഏതാ വന്നിട്ടുള്ളത് ബാലൻസ്? യെസ്, 5 ആണ് അല്ലേ. ഒരു 5 മാത്രമാണ് അവിടെ ബാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി സി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോമൺ ഫാക്ടർ ഓഫ് 3 × 3 × 2 × 5 ആൻഡ് 30? എന്താ ചോദിച്ചിട്ടുള്ളത്? 3 × 3 × 2 × 5ൻ്റെയും 30ൻ്റെയും ഒരു പൊതുഘടകം താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 3 × 3 × 2 × 5 എന്ന് തന്നിരിക്കുന്നത് ഏത് സംഖ്യയുടെയാണ്? യെസ്, നമുക്കറിയാം അല്ലേ. 3 × 3 എത്രയാ? 9. 9 × 2 എത്രയാ? 18. 18 × 5 എത്രയാണ് വരുന്നത്? 90 അല്ലേ. അപ്പോൾ 90നെയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 3 × 3 × 2 × 5 എന്ന്. ദെൻ അതുപോലെ നെക്സ്റ്റ് 30 തന്നിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് തന്നിരിക്കുന്നത് 30. അപ്പോൾ നമ്മൾ 30നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ 30നെ ഘടകങ്ങളാക്കുമ്പോൾ എത്ര വരാം? 30നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. ദെൻ അതിനെ 2 കൊണ്ട് വീണ്ടും ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും? 5 കിട്ടും അല്ലേ. സോ ഇതിനെ നമുക്ക് 3 × 2 × 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ 90ൻ്റെയും 30ൻ്റെയും ഒരു പൊതുഘടകമായിട്ട് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 3 × 2 × 5 ആണ്. ഇനി ആക്ടിവിറ്റി 7, ദർ ഈസ് സം മിൽക്ക് ഇൻ എ വെസൽ. എന്താ, ഒരു പാത്രത്തിൽ കുറേ മിൽക്ക് ഉണ്ട് അല്ലേ, പാലുണ്ട്. Ajish took 1 liter of milk from it and divided it equally among 3 people. How many liters of milk will each one get? എന്താ ചോദിച്ചിട്ടുള്ളത്? അജീഷ് എന്ത് ചെയ്തു? അതിൽ നിന്നും 1 ലിറ്റർ പാലെടുത്തു, എന്നിട്ട് 3 പേർക്ക് ഒരുപോലെ വീതിച്ച് നൽകി. ഒരാൾക്ക് എത്ര ലിറ്റർ പാല് കിട്ടുന്ന ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 ആൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 1 ലിറ്റർ പാലിനെ ഈക്വൽ ആയിട്ട് വീതിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1 ലിറ്റർ പാലിനെ എത്ര ഭാഗമാക്കിയിട്ടുണ്ടാവും? 3 ഭാഗമാക്കിയിട്ടുണ്ടാവും അല്ലേ. 3 പേർക്ക് കൊടുത്താൽ 3 ഭാഗമല്ലേ ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാം? 3ൽ 1 ഓരോരുത്തരും കിട്ടിയിട്ടുണ്ടാവുക എത്രയാണ്? 1/3 ലിറ്റർ പാലായിരിക്കും. ദെൻ ബി ക്വസ്റ്റ്യൻ, സുകന്യ ആൻഡ് ഹർ 2 ഫ്രണ്ട്സ് took 2 liters of milk. If it is divided equally among the 3, how many liters of milk will each one get? സുകന്യയും 2 കൂട്ടുകാരികളും 2 ലിറ്റർ പാലെടുത്തു. അത് 3 പേരും തുല്യമായി വീതിച്ചെടുത്താൽ ഒരാൾക്ക് എത്ര ലിറ്റർ പാല് കിട്ടുന്ന ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? ഇവിടെയും എന്താ, സുകന്യയും അവളുടെ 2 ഫ്രണ്ട്സും. അപ്പോൾ 3 പേര് തന്നെയാണുള്ളത് അല്ലേ. അപ്പോൾ 3 പേർക്ക് 2 ലിറ്റർ പാല് വെച്ചാണ്, 2 ലിറ്റർ പാലിനെ ഈക്വലായി വീതിച്ചാണ് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓരോ ലിറ്ററിൽ നിന്നും ഓരോ ഭാഗം ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 2 ലിറ്ററിൽ നിന്നും ഓരോരോ ഭാഗം വെച്ച് കിട്ടുമ്പോൾ 2 ഭാഗം അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം അല്ലേ. 3 പേർക്കും എത്ര ഭാഗം കിട്ടി എന്ന് പറയുന്നത്? 2 ഭാഗമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2/3 ലിറ്ററാണ് വരിക. ഓക്കെ,
ഇനി സി ക്വസ്റ്റ്യൻ സെലീം took 5 liters of milk and filled it equally in 2 bottles. How many liters of milk will be in a bottle? എന്താ, സലീം 5 ലിറ്റർ പാലെടുത്ത് 2 കുപ്പികളിൽ ഒരുപോലെ നിറച്ചു. ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ പാലുണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ 5/2 ലിറ്റർ ആണ് ആൻസർ വരുന്നത് അല്ലേ. കാരണം എന്താ, ഈ 5 ലിറ്ററിൽ നിന്നും ഓരോരോ ഭാഗങ്ങൾ ഓരോ കുപ്പിയിലും ആക്കിയാൽ എത്രയായി, 5 ആയി അല്ലേ. 5/2, 2 ബോട്ടിൽ എത്രയാ, 5 ഭാഗം. ഡി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ 2 ഈക്വൽ പാർട്ട് ഓഫ് 9? എന്താ ചോദിച്ചിട്ടുള്ളത്, 9നെ 2 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1 എന്നത് താഴെ കൊടുക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാ വരുന്നത്, യെസ് ഓപ്ഷൻ ബി ആണ് 9/2. ഓക്കെ.